നമസ്കാരം. ഇസ്രായേൽ ഇറാനിലെ വാതക പാടം കത്തിച്ചു. ഖത്തറിനെ തീയിട്ട് കത്തിച്ച് ഇറാന്റെ മിസൈലുകൾ. സത്യത്തിൽ ഇറാന്റെ കൈവിട്ട നീക്കമാണ് നടക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറയപ്പെടുന്ന 3 ആഴ്ച തികയാനിരിക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇസ്രായേൽ ഇറാനിലെ വാതക പാടം ആക്രമിച്ചതാണ് ഏറ്റവും പുതിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഇറാൻ തിരിച്ചടിച്ചതാകട്ടെ ഖത്തറിലെ വാതക പാടത്താണ്. ഇതോടെ ഖത്തർ വാതക ഉൽപാദനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലെത്തി. മാത്രമല്ല, കടുത്ത നടപടി എടുക്കുവാൻ തീരുമാനിച്ച ഖത്തർ ഇറാന്റെ പ്രതിനിധിയോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ഇറാനിലെ വാതക മേഖല ആക്രമിക്കുന്ന കാര്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇറാന്റെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായിട്ടുള്ള നട്ടല് തകർക്കുന്നതാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. ഉചിതമായ തിരിച്ചടി നൽകണമെന്ന് തീരുമാനിച്ച ഇറാൻ ഖത്തറിലെ വാതക പാടത്തിന് നേരെ മിസൈൽ തൊടുത്തുവിടുകയായിരുന്നു. അങ്ങനെ ആ വാതക പാടം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്ന തരത്തിലേക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കി. ഇത് ഖത്തർ തന്നെ അറിയിക്കുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ LNG കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. ഓരോ വർഷവും ഏകദേശം 77 മില്യൺ മെട്രിക് ടൺ LNG ആണ് ഖത്തർ വിതരണം ചെയ്യുന്നത്. ദോഹയുടെ വടക്ക് കിഴക്കായിട്ട് ഏകദേശം 80 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ഈ ഖത്തറിന്റെ ഏറ്റവും വലിയ വാതക ഉൽപാദനം നടക്കുന്നത്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാന വാതക ഉൽപാദന മേഖലയാണ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് മൊത്തം വിതരണം ചെയ്യപ്പെടുന്ന LNGയുടെ 20% ഖത്തറിൽ നിന്നാണ്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വാതകം വരുന്നതിന് പ്രധാനമായിട്ടും റാസ് ലാഫനിൽ നിന്നുള്ളതാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹോർമുസ് വഴിയാണ് പുറം ലോകത്തെത്തുന്നത്. ഹോർമുസ് അടച്ചതോടെ വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇപ്പോൾ ഉൽപാദനവും നിലച്ചിരിക്കുന്നു. ഇവിടെ റാസ് ഗാസ് കമ്പനിയുടെ കൂറ്റൻ ഹീലിയം ഉൽപാദന നിലയവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 25% വരുന്ന ഹീലിയം ഇവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹീലിയം ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം എന്ന് പറയപ്പെടുന്ന ഖത്തറാണ്. ഊർജ്ജ മേഖല പ്രതിസന്ധിയിലായതോടുകൂടി എണ്ണയുടെയും വാതകത്തിന്റെയും വില കുതിച്ചു വരുന്നു. മാത്രമല്ല, ഈ ബ്രന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $112 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രത്തോളം വില കുതിച്ചു വരികയാണ്. ഇറാൻ തങ്ങളുടെ വാതക മേഖല ലക്ഷ്യമിടുമെന്ന് ഖത്തർ കരുതിയിരുന്നില്ല. ഇറാന്റെ കൈവിട്ട നീക്കത്തിന് കാരണം ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് അമേരിക്ക ഒടുവിൽ പറഞ്ഞത്. 2022 റഷ്യയിൽ നിന്നുള്ള വാതകം ഇറക്കുമതി നിർത്തിയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഖത്തറിനെയാണ്. പുതിയ സംഭവത്തിൽ വലിയ തിരിച്ചടി യൂറോപ്പിനായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടാതെ ഇന്ത്യ, ജപ്പാൻ, തുർക്കി, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇത് തിരിച്ചടിയാകും. നിലവിലെ യുദ്ധ സാഹചര്യം തുടർന്നാൽ അമേരിക്കയിലും പ്രതിസന്ധി ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യൂറോപ്പിലും അമേരിക്കയിലും ട്രംപിനെതിരായിട്ടുള്ള വികാരം ശക്തമാകുന്നുണ്ട്. ഹോർമോസ് നിയന്ത്രണം ഏറ്റെടുക്കുവാൻ പങ്കാളികളാകാമെന്ന അമേരിക്കയുടെ ആവശ്യം ഒരു രാജ്യവും കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ്. ലോകം മൊത്തം ഊർജ പ്രതിസന്ധി രൂക്ഷമാകുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് ഈ യുദ്ധം കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളോട് കിടപിടിക്കാൻ നിൽക്കുന്ന അമേരിക്കയുടെ വാക്കുകൾ ഇനി ശ്രവിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് പല രാജ്യങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ പല തന്ത്രങ്ങളും പാളിപ്പോകുന്നത്, അല്ലെങ്കിൽ ട്രംപിന്റെ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളാകുന്നതും അത് പാളിപ്പോകുന്നതും കാണുന്ന കാഴ്ചയാണ് ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ ഇറാനിലെ വാതക പാടം കത്തിക്കുമ്പോൾ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ഇസ്രായേലിനെതിരെ തിരിച്ചടി കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഖത്തറിനെ തീയിട്ട് കത്തിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ അവിടെ തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളത് ഊർജ പ്രതിസന്ധി അടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്നാക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല.